കളിമണ്ണ് സിനിമയിലെ പ്രസവരംഗവും വിവാദവുമൊക്കെ അടുത്തിടെയും ശ്വേത മേനോനെ വാർത്തകളിൽ നിറച്ചു. മലയാളത്തിന്റെ താരസംഘടനയായ അമ്മയുടെ ചരിത്രത്തിലാദ്യമായി പ്രസിഡന്റ് പദവിയിലെത്തിയ ശ്വേത ഒരു അഭിമുഖത്തിൽ ആ വീഡിയോയെക്കുറിച്ച് സംസാരിച്ചു. കളിമണ്ണിലെ പ്രസവരംഗവും വിവാദവുമൊക്കെ മോളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ശ്വേത പറഞ്ഞ മറുപടി ഇങ്ങനെ: വിവാദങ്ങളെക്കാൾ ഏറെ സന്തോഷങ്ങൾ തന്ന സിനിമയാണ് കളിമണ്ണ്. ഗർഭിണിയായിരിക്കുമ്പോൾ വയറ് കണ്ട് എല്ലാവരും പറഞ്ഞത് ആൺകുട്ടിയാകുമെന്നാണെങ്കിലും എന്റെ പ്രാർത്ഥന മോളാകണേ എന്നായിരുന്നു. ആ ഇടയ്ക്ക് ശ്രീയോട് പറഞ്ഞു, ജനിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ താലിയും ഒരു കമ്മലും 2 വളയും മാത്രം വെച്ചിട്ട് ബാക്കി ഞാൻ വിൽക്കും. പെൺകുഞ്ഞാണെങ്കിൽ എന്റെ സ്വർണം മുഴുവൻ അവൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കും. അന്ന് ഷൂട്ട് ചെയ്ത പ്രസവ വീഡിയോ ഹാർഡ് ഡിസ്കിലാക്കി വെച്ചിട്ടുണ്ട്. മോൾക്ക് 18 വയസ്സ് പൂർത്തിയാക്കുമ്പോൾ സമ്മാനിക്കണം. പിന്നെ അന്നത്തെ പുകിലുകളൊക്കെ പറഞ്ഞു ചിരിക്കണം. മോൾക്ക് അമ്മയുടെ സ്വഭാവമാണോ കിട്ടിയത് എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: മോൾക്ക് ശ്രീയുടെ സ്വഭാവമാണ് കൂടുതൽ. 12 വയസ്സേ ഉള്ളൂ എങ്കിലും നല്ല പക്വതയുണ്ട്. എല്ലാവരോടും വേഗം ഇണങ്ങും. സിനിമയോട് അത്ര താല്പര്യമില്ലെങ്കിലും എന്റെ സിനിമകൾ കാണും. മറ്റു നടന്മാർക്കൊപ്പം അഭിനയിക്കുന്നത് അത്ര താല്പര്യമില്ല. ലാലി ലാലി എന്ന പാട്ടിൽ ബിജു മേനോൻ വയറ് തടവി ഉമ്മ വയ്ക്കുന്ന സീൻ കാണുമ്പോൾ അവൾ ഇടം കണ്ണിട്ട് അച്ഛനെ നോക്കും. ദ വീക്കിൽ മുംബൈ ബ്യൂറോ ചീഫ് ആയിരുന്ന, ഇപ്പോൾ IPGയിൽ ജോലി ചെയ്യുന്ന ശ്രീയുടെ എഴുത്തിന്റെ കുറച്ച് മോൾക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായി പടവും വരയ്ക്കുമെന്നും മോളെക്കുറിച്ച് ശ്വേത മേനോൻ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.